എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത്. വീഡിയോ ഇട്ടു, നമ്മൾ അന്വേഷിച്ചു, പെട്ടെന്ന് തന്നെ ആളെ കിട്ടി. ആളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി, അവരുടെ മകളെ പറ്റിയും ബാക്കി കുടുംബക്കാരെ പറ്റിയുള്ള എല്ലാം കിട്ടി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് ദീപ്തി ടീച്ചറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 2 ദിവസത്തിന് മുന്നേ പുള്ളിക്കാരത്തി ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമന്റിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നിരന്തരമായിട്ട് ഇവരെ വന്ന് കമന്റിലൂടെ മോശമായിട്ട് പറയുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് ആ ഒരു ഐ ഡി അവർ വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ആ ഒരു ഐ ഡി ആരാന്ന് കണ്ടുപിടിച്ചു. അതിനകത്തുള്ള വ്യക്തിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം എടുത്ത് ഇവർ പുറത്തുവിട്ടിട്ടുമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ കമന്റിനെ കുറിച്ച് പറയാം. ഏകദേശം നല്ല നീളത്തിൽ ഇവരെ പറ്റിയിട്ട് വളരെ മോശമായിട്ടാണ് ആ ഒരു സ്ത്രീ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ കമന്റ്സിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത കുറെ നാറികൾ വെറുതെ വന്ന് ആൾക്കാരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും കുറ്റമാണ്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ എടുത്തിട്ടാലും അതിന്റെ താഴെ വന്ന് ചീത്ത വിളിക്കാനായിട്ട് കുറെ വായിനോക്കുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവനൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തോന്നറിയോ, ഇവർക്ക് ഇതിനകത്ത് യാതൊരു പ്രയോജനമില്ല. നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് അതിന് നേട്ടമെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ ഈ തെറി വിളിക്കും തോറും നിങ്ങൾ ആലോചിക്കുക, ഒന്നും നേടാനില്ല. പിന്നെ നിന്റെയൊക്കെ ഒരു വിചാരം കാണും, ഈ തെറി വിളിക്കുമ്പോഴത്തേക്ക് നിന്നെ ഒന്നും ഒരിക്കലും നമുക്ക് പൊക്കാൻ പറ്റത്തില്ല, നിന്നെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. അതൊക്കെ നിന്റെയൊക്കെ തോന്നൽ മാത്രമാണ്. ഇവിടെ ദീപ്തി ടീച്ചറിന് കമന്റ് ഇട്ട ഈ ഒരു സ്ത്രീ പല ഫാമിലി വ്ളോഗേഴ്സിനെ താഴെ പോയിട്ട് ഇവർ നിരന്തരം മോശമായിട്ട് കമന്റ് ഇടുകയും അതിനെ ചൊല്ലി ഇവർ പൊറുതി മുട്ടിയിട്ടാണ് ഇവർ ആരാൻ തപ്പി ഇറങ്ങിയത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാം. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുമ്പിള്ളയ്ക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവന് ബീപ് ആ കൂട്ടിട്ടൊരു പദം ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് നന്നായി റീച്ച് ആകാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക. ഇത് ശരിക്കും ഇവരുടെ കമന്റ് ബോക്സിൽ ഇട്ട കമന്റ് അല്ല, ഇത് ഇവരുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത ഒരു ചാനലിൽ വന്നൊരു കമന്റ് ആണ്. ഓക്കെ, എന്തായാലും ദീപ്തിയുടെ ചാനലിനകത്ത് ഇവർ നിരന്തരം കമന്റ് ഇടുന്നത് കാരണം ഇവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. അങ്ങനെ ഇവർ പല ആൾക്കാരുടെ അടുത്തും ചെന്നിട്ടാണ് ഇങ്ങനെയുള്ള കമന്റുകൾ, അതായത് ഇവരുടെ വളരെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ദീപ്തിയുടെ ഫാമിലി ലൈഫിനകത്തോട്ട് കയറി ഇടപെടുക, ദീപ്തിയുടെ വീട്ടിലാണ് ഇവർ ജനിച്ചു വളർന്നെന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരങ്ങൾ, അവരുടെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുന്നു, അവർ ഈ അടുത്ത് ഒരു കൊച്ചിനെ ദത്തെടുക്കുന്നതിന്റെ ഒരു കേസ്, അങ്ങനെയൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്ത്രീ സംസാരിക്കുന്നത്. കാര്യം ഈ നമ്മുടെ നാട്ടിൽ സാധാരണ ആണുങ്ങളായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ, അതായത് നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മതി, കുറെ ബോധവും വിവരവും ഇല്ലാത്ത കുറെ ഇല്ലിറ്ററേറ്റ് ഇഡിയറ്റ്സ് ഉണ്ടല്ലോ, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഫേസ്ബുക്കിനകത്ത് വന്നിരുന്നത് കമന്റുകൾ ഇടുന്നത്. കാര്യം ഒരു ബോധമല്ല, എന്ത് കണ്ടു കഴിഞ്ഞാലും ചീത്ത വിളിക്കുക, ഇപ്പം ഏതൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാലും അവിടെ പോയി മോശമായിട്ട് എഴുതി വിടുക, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് ആണുങ്ങൾ മാത്രമായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല, പെണ്ണുങ്ങളും ഈ ഒരു കാറ്റഗറിയിലുണ്ട്. പെണ്ണുങ്ങളും ഇപ്പം വലിയ മോശമൊന്നുമല്ല. അപ്പൊ എന്തായാലും ആ ഒരു സ്ത്രീ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്കിവിടെ പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ സ്ത്രീ സംസാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വല്ല ഡോക്ടേഴ്സിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയാണ്. എന്തായാലും ബാക്കിയുടെ കാണാം. അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക, എന്നിട്ട് കാമുകനുമായി അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി. ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്ക് മര്യാദക്കൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പെണ്ണുമ്പിളെ തിരക്കിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കാട്ടിൽ അഭിഹിതമായി ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള ഇപ്പോൾ കമന്റുകളിലൂടെ നാട്ടുകാർ അയച്ച് ചോദിച്ചപ്പോൾ തുടങ്ങി ഇവൾ ഗർഭിണിയാണോ. അവസാനം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു കാമുകനെ കല്യാണം കഴിക്കാൻ പോവാണ്. വീട്ടുകാർ സമ്മതിച്ചു. കാമുകന്റെ വീട്ടുകാർക്ക് അതായത് ഞാൻ നിലവിൽ ഗർഭിണിയാണ്, മനസ്സിലായില്ല, ഇങ്ങനെ ഗർഭിണിയായി അത് മറയ്ക്കാൻ വേണ്ടി ഞാൻ എന്റെ കാമുകനെ വിവാഹം കഴിക്കുന്നു. കാമുകന്റെ വീട്ടുകാർക്കെല്ലാം സന്തോഷമാണ്. ഇതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കാമുകനുമായി മൂന്നാർ മുതൽ പലയിടത്തും ട്രിപ്പ് അടിച്ച് അവസാനം നാട്ടുകാരെല്ലാം ചോദിക്കും കാമുകൻ കെട്ടാൻ പോവുകയാണോ എന്ന്. ചോദിച്ചവരെ എല്ലാം ചീത്തയും തെറിയും വിളിച്ചിട്ട് അവസാനം എനിക്ക് ഭർത്താവുണ്ട്, ഞാൻ ഭർത്താവുമായി ജീവിക്കുന്നവളാണ്, ഇനിയിപ്പോ വിവാഹമോചനം കിട്ടണം എന്നൊക്കെ. ഇതൊക്കെ എവിടെ? മൂന്നാർ ട്രിപ്പ് പോയത് ഞാൻ എന്റെ ഫാമിലിയുമായിട്ടാണ്. ആ സമയം കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല.
അതെ, ഞാൻ ഈ പോകുന്ന വരുന്നൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളെന്ത് ഞാനിത് ഇവര് രഹസ്യമായി അന്വേഷിച്ച പോലെ ഇത് പറയുന്നേ. അടുത്തേ ഓക്കെ, അടുത്തതാ അതിന്റെ ബാക്കി തന്നെയാ. വിവാഹമോചനത്തിന്റെ കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നയിടയിൽ കാമുകന്റെ അവന്റെ വയനാട്ടിലെ വീട്ടിൽ എല്ലാവരെയും നടക്കുന്നതൊക്കെയാണ് പിന്നീട് പ്രഖ്യാപിച്ച് കാമുകൻ എന്ന കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ തന്നെ താമസിക്കും, പിന്നീട് അവൾ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ തന്നെ വന്നു പറയുന്നു വല്ലവിടെയും കൊച്ചിനെ വളർത്താൻ വല്ലവട. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ദത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനെ പറ്റി? ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല. ദത്തെടുത്തു ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. മാത്രമല്ല പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. നിയമപരമായിട്ട് ദത്തെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇത്തിരി കോമൺ സെൻസ് വേണം. പെട്ടെന്ന് ഒരു കൊച്ചിനെ സുപ്രഭാതത്തിൽ ദത്തെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അത് ദത്തെടുത്താന്ന് പറഞ്ഞിരിക്കാൻ കാണുന്നവരെല്ലാം പൊട്ടന്മാരുമല്ല, ഈ പറയുന്ന ഞാനൊരു മണ്ടിയുമല്ല. അതിലൊക്കെ 100 പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ സംഭവം എത്രയാണ് നിങ്ങൾ കേട്ടല്ലോ. അത് ഒരുപാടുണ്ട്. കാര്യം ആ കമന്റ്സ് എനിക്ക് തോന്നുന്നു ആ കമന്റ്സിന് മാത്രം ഒരു 5-6 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അവര്. അറിയും ഇത്രയും സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരുന്ന കമന്റ് ഇടുമ്പോൾ എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഇനി ഈ ഒരു മഹാ വ്യക്തിയുടെ വീഡിയോ സഹിതം എടുത്ത് ദീപ്തി പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ എന്തായാലും അവരുടെ ഫേസ് ബ്ലർ ചെയ്യുവാണ്. ഇനി ഞാനായിട്ട് കാണിച്ച് ഇനി അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഹായ്, എൻ്റെ പേര് റാണി എന്നാണ്. ഞാൻ പുതിയതായിട്ടൊരു കുക്കിംഗ് വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. റാണീസ് വ്ലോഗ്സ് എന്നാണ് പേര്. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളിക്കറി ഉണ്ടാക്കി നോക്കാം. ഹായ്, എല്ലാവർക്കും റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം നമുക്ക് പാചകം തുടങ്ങാം. റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമത്തി സമ്മന്തിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഹായ്, റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചമ്മന്തിയും തക്കാളിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ച് തരുന്ന റാണി ചേച്ചിയാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു ചാനൽ കുക്കിംഗ് ചാനൽ കണ്ടാണോ തോന്നുന്നു. ഇതിന് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ റീച്ച് ഇല്ല എന്ന് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് പോയിട്ട് അവരെ തന്തയ്ക്ക് വിളിക്കുക, അവരെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതി വിടുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇനി ഇവര് VR in ലവ് എന്ന് പറയുന്ന ഒരു ചാനലിലും ഇതേപോലെ തന്നെ ഇവർ പോയി മോശമായിട്ടുള്ള കമന്റ്സുകൾ ഇട്ടിട്ടുണ്ട്. അവർ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ദീപ്തി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ റാണി പി സദാശിവനെ കണ്ടുപിടിക്കും ഉടനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സന്തോഷം. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഞങ്ങൾക്കും പോയി 2 കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വലിയൊരു സന്തോഷം. അതെ 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 അതെ. അപ്പോൾ എന്തായാലും ആ ഒരു സ്ത്രീയെ കാണാൻ പറ്റുവാണെങ്കിൽ ഒരെണ്ണം പൊട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് അത്രയും വൃത്തികെട്ട ഒരു നീ അത്രയും എല്ലാവരുടെയും പുറകെ, അതായത് വ്ളോഗേഴ്സിന്റെ കമന്റ് റാണി എന്നൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ഒരു ഇക്ക കമന്റ് ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് ചിരി വന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞ അവിഹിതങ്ങളുടെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ്, കാരണം അതുപോലത്തെ വൃത്തിയായിട്ട കമന്റ്സ് ആണ് ഇടുന്നത്. അപ്പം അവരെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. നമുക്ക് അതിന് പുറകെ നടക്കാനായിട്ട് സമയമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആ കേസ് അങ്ങ് ക്ലോസ് ആക്കി വിട്ടോണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പണ്ടേ കിട്ടിയാണ്. അതെ, അന്ന് പണ്ട് ആ കേസ് നമ്മൾ ക്ലോസ് ആക്കി വിട്ടോണ്ടാണ് നമുക്ക് ആ പറ്റിപ്പോയത്. അത് നമ്മൾ അവിടെ ക്ലോസ് ആക്കിയില്ലായിരുന്നു, നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധിക്കുമായിരുന്നു. അപ്പോട്ടെ, അത് ഇനിയിപ്പോ ടീച്ചർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം അല്ലേ. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പം ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും കമന്റ് ഇടുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആകുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചികിത്സിക്കാൻ വേണ്ടി നോക്കുക. ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ടല്ല വന്ന് കയറേണ്ടത്. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കണ്ടന്റിന് വേണ്ടി പല ആൾക്കാരും പല വീഡിയോയും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അത് വിടുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലെടുത്ത് അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമാണെന്ന് കരുതി നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് നിങ്ങൾ ഒരു കാരണവശാലും കമന്റ്സിൽ തീർക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി ഞാൻ വേറെ ഒരു കമന്റ് ഇവരെ കാണിച്ചു തരാം. ഇവരുടെ ലേറ്റസ്റ്റ് കമന്റ് ആണ്. ഗോപ്രോ മച്ചാൻ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീധേട്ടന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇവർ ഇട്ടൊരു കമന്റ് ഞാൻ നിങ്ങളെ വായിച്ചേപ്പിച്ചു തരാം. ദീപ്തിയുടെ കട്ടയും പടവും മടങ്ങി. ചേട്ടൻ സമാധാനമായി ഇനി ഇരിക്കുക. എന്നെക്കുറിച്ച് തോന്നിവാസം ഇനിയും വീഡിയോ ഇട്ടാൽ ചേട്ടനെ കുറിച്ച് ഞാൻ തോന്നിവാസ വീഡിയോ ഇറക്കും. അതൊരു നാണക്കേടാകും. കഥയറിയാതെ ആട്ടം കണ്ട മനുഷ്യർ, അതുകൊണ്ട് എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി പോയിക്കൊള്ളുക. അതായത് ദീപ്തി ഇവരെ കാണാനായിട്ട് ചെന്ന സമയത്ത് കട്ടയം പടവും മടങ്ങിയെന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ഇവരെ പറ്റിയിട്ട് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ
ഈ പറയുന്ന ഗോപ്രോ മച്ചാനെ പറ്റിയിട്ട് മോശമായിട്ട് ഇവർ വീഡിയോ ഇറക്കും എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ഇറക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറക്കിക്കോ. പിന്നെ ഒന്നേ ഇറക്കേണ്ടി വരത്തുള്ളൂ, പിന്നെ ഇറക്കേണ്ടി വരത്തില്ല. ഓക്കെ, അയാൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഉൾപ്പെടെയാണ് എടുത്തു വെച്ചിട്ട് ദീപ്തി എടുത്തു വെച്ച് പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ തോന്നിയ ദിവസം പറഞ്ഞതിന്റെ പേരിലാണ് അവരതെടുത്ത് വെച്ച് ഇപ്പൊ ചെയ്തത്. അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പിടിച്ചിറക്കി അടി തരുന്ന വീഡിയോ ഇടാഞ്ഞത് തന്നെ മഹാഭാഗ്യം. സാധാരണ അടി തരേണ്ട കേസാണ് ഇതൊക്കെ. അവരുടെ മാന്യത വെച്ചിട്ടായിരിക്കും അവർ ഇതും കൊണ്ട് നിർത്തിയത്. പക്ഷെ അവരുടെ വീട്ടിലോട്ട് പോകുവാണ്. ഞാൻ വീട്ടിലോട്ട് പോയിട്ട് പോകുന്ന വഴിയിൽ അങ്ങോട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഇവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിടുന്നത്. ഞാൻ ആ ഒരു ക്ലിപ്പിംഗ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരുമാതിരി എല്ലാവരോടും നമ്മൾ പല കാര്യത്തിലും ക്ഷമിക്കുന്നത് അവരുടെ മക്കളും കുടുംബക്കാരും പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ എന്നോർത്തിട്ടാണ് പലയിടത്തും കേസ് കൊടുക്കാത്ത പലരെ നമ്മൾ ക്ഷമിച്ചു വിടുന്നത്. ഇത് ക്ഷമിക്കും തോറും എന്നെ മാത്രമല്ല, അതായത് എന്റെ കൂടെ ഇപ്പൊ എത്ര യൂട്യൂബേഴ്സും ആൾക്കാരും ഉണ്ടെന്നറിയാവോ? അതായത് കമന്റ് ഇവർക്ക് മറുപടി കൊടുത്തിട്ട് തെറിയായിട്ട് ആൾക്കാർ വരെ ഇപ്പൊ കൂടെയുണ്ട്. അതായത് കൂട്ടമായി ഗുണ്ടകൾ ഇറങ്ങുന്ന സമയമാണ്. അക്കടെ നല്ല സമയമായിരിക്കും 2025. അങ്ങ് പൊലിക്കും, അനുഗ്രഹിക്കുക. കളർ പ്രിന്റ് എടുക്കണ്ടേ നമുക്ക്? കളർ പ്രിന്റ് എടുത്തിട്ട് പിൻ ചെയ്താലോ എന്ന് വരെ ഓർക്കും. ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് നല്ല ഏത് പൂവാടി നല്ലത്, നല്ല പൂവ് വെച്ചിട്ട് നമ്മള് കെട്ടി നല്ലൊരു പൂമാല പൂമാല ചാർത്തി വിളക്ക് വെച്ച് രാവിലെയും വൈകിട്ട് മുടങ്ങാതെ രാവിലെയും വൈകിട്ട് ഞങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. റാണിയൊക്കെ ഒരു രൂപക്കൂടെ വെച്ചിട്ട് അവിടെ അക്ക ഉയരും. ലേഡി സൂപ്പർ സ്റ്റാർ ആണിപ്പോ, അല്ലേ? അപ്പൊ ഇത്രയുള്ള കാര്യം. എന്തായാലും ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നവർ നോക്കിയും കണ്ട് കമന്റുകൾ ഇടുക. ഇട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള പണിയായിരിക്കും കിട്ടുന്നത്. കാര്യം നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെളിയിലോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും അത് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.